കാസർഗോഡ് പൈവുകളിയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. പഠനത്തിനായി കർണാടകയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ളത്. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഇടുക്കിയിലും കാസർഗോട്ടും ഒന്നാം പിണറായി സർക്കാരാണ് ഗവൺമെന്റ് ITI പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുമുള്ള തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. 90% ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് പൈവളികെ. കൂടാതെ അതിർത്തി പ്രദേശമെന്ന പരിഗണനയും ഈ ITI പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് ഇവിടെ സൗകര്യമില്ലാത്തതിനാൽ കർണാടകയിലെ മംഗളൂരു അടക്കമുള്ള നഗരങ്ങളെയാണ് ഈ ഭാഗത്തുള്ളവർ ആശ്രയിച്ചു വരുന്നത്. നിയമസഭയിൽ ഇക്കാര്യത്തിൽ നിരവധി തവണ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും വകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ഒരുപാട് വർഷമായി പൈവളിക്ക് ITIയുടെ പ്രഖ്യാപനം വന്നിട്ട് ഈ അടുത്ത് സർക്കാർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ പൈവളിക പഞ്ചായത്ത് ഭരണസമിതി അതിലേക്ക് വേണ്ടിയുള്ള സ്ഥലം, അതുപോലെ തന്നെ താൽക്കാലികമായി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒക്കെയും ചെയ്തിട്ട് ഭരണസമിതിയുടെ അനുമതി സർക്കാരിലേക്ക് കൊടുത്തിട്ടും ഇപ്പോൾ ഒരു വർഷമായി. എന്നിട്ടും നമ്മുടെ ITI ഇതുവരെയും ITI കോളേജ് പൈവളിക ITI കോളേജ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ITIക്ക് 3 ഏക്കറോളം റവന്യൂ ഭൂമി കണ്ടെത്തിയിരുന്നു. കെട്ടിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാമെന്ന പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചു. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. അതേസമയം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഫലമായി ഭാഷാ ന്യൂനപക്ഷങ്ങളില്ലാത്ത കുറ്റിക്കോലിൽ ITI അനുവദിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ITI യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.